ഹായ്, ഇന്നൊരു കുടംപുളി ഉണക്കിയെടുത്ത ഒരു വീഡിയോ ആണ് ഞാനിന്ന് കാണിക്കുന്നത്. ഞാനിപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ വീഡിയോയിൽ എനിക്ക് കൂടുതൽ ഇൻട്രൊഡക്ഷൻ എല്ലാവർക്കും ഇപ്പോൾ സമയമില്ലല്ലോ. എല്ലാവരും ഇൻട്രൊഡക്ഷനൊക്കെ കേട്ട് ഒത്തിരി നേരം അവരുടെ സമയം കളയാനായിട്ട് നിൽക്കുന്നില്ല. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വീഡിയോ എടുക്കുമ്പം അങ്ങ് കാര്യം അങ്ങ് പറയുക. പിന്നെ നമുക്ക് കുറച്ച് കുടംപുളി കിട്ടിയായിരുന്നു. പച്ച കുടംപുളി നമുക്കിപ്പം മഴയൊക്കെയാണ്, ഉണങ്ങാനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. എന്നാലും ആ കുടംപുളി കിട്ടി. അത് പച്ച കിട്ടി കഴിയുമ്പോൾ നമ്മൾ എങ്ങനെയാണ് ഉണക്കുന്നതെന്നൊന്ന് പറയാനായിരുന്നു. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അറിയുന്നവർ ഇത് സ്കിപ്പ് ചെയ്ത് പോകാവേ. പിന്നെ ഈ പച്ച കുടംപുളി ഒന്ന് കിട്ടിക്കഴിയുമ്പോൾ അത് നമ്മൾ കഴുകി നന്നായിട്ട് അതിന് മണ്ണിലൊക്കെ വീണിട്ടായിരിക്കും ഉണ്ടാകുന്നത്. അതെല്ലാം കഴുകി എടുത്തിട്ട് കീറി 4-5 പീസൊക്കെ ആയിട്ട് കീറിയിട്ട് അടുപ്പിൻ്റെ തടയിലല്ല തീയുടെ പുകയ്ക്ക് പിന്നെ നെറ്റൊക്കെ വെച്ച് കെട്ടിയിട്ട് അതിനെ മണ്ടയിലിട്ട് ഉണക്കി എടുക്കുകയോ ചെയ്യുന്നത്. അങ്ങനെ എനിക്ക് കഴിഞ്ഞിടയ്ക്ക് കുറച്ചൊരു കുടംപുളി കിട്ടി. അത് ഞാനിങ്ങനെ ഉണക്കി എടുത്തിട്ട് ഇതെങ്ങനെയാണ് ഉണക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഉണങ്ങിക്കഴിയുമ്പോൾ പുകയിട്ട് ഉണങ്ങിക്കഴിയുമ്പോഴത്തേക്ക് ഒരാഴ്ച 1.5-2 ആഴ്ചക്കുള്ളിലൊക്കെ ആകുമ്പോഴത്തേക്ക് നന്നായിട്ട് ഉണങ്ങി കിട്ടും. എന്നിട്ട് ഇത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് കുറച്ച് ഉപ്പും എണ്ണയും ഒഴിച്ച്, ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്. ഉപ്പും എണ്ണയും ഒഴിച്ച് നന്നായിട്ട് തിരുമ്മി കുടംപുളിയെ മൊത്തം എല്ലാത്തിലും പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് പിന്നെ എന്തെങ്കിലും കണ്ടെയ്നറിലോ പാത്രത്തിലോ കവറിലോ ഒക്കെ കെട്ടി വെക്കും. ഒത്തിരി നാൾ നിൽക്കും അങ്ങനെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ. എന്തെങ്കിലും ഇപ്പം ഉള്ളതല്ല, മറ്റേ പാത്രത്തിലിരിക്കുന്ന ആ കുടംപുളി ഒരു 3-4 വർഷമായിട്ട് ഉള്ളതാണ്. ഞാനിങ്ങനെ ഉണക്കി വെച്ച് ഒരു കേടും കൂടിയിട്ടില്ല. ഇപ്പോഴും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. ഒത്തിരി നാൾ നിൽക്കും ഇങ്ങനെ ഉണക്കി വെച്ച് കഴിഞ്ഞാൽ. അങ്ങനെ എടുത്തപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ടൊന്ന് ഇടാമെന്ന് ഓർത്തിട്ട് എടുത്തതായിരുന്നു. പിന്നെ എൻ്റെ ഈ ചാനൽ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തന്നെ, ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. നിങ്ങളുടെ എല്ലാം ഒരു സപ്പോർട്ട്, പിന്നെ 1 മിനിറ്റെങ്കിലും 1 മിനിറ്റ് കാണുവാണെങ്കിൽ അത് തന്നെ നമുക്ക് വലിയ കാര്യമാണ്. നിങ്ങളുടെ ആ അത്രയും സമയത്തിന് തിരക്കിനിടയ്ക്ക് 1 മിനിറ്റ് ഒന്ന് നമ്മുടെ ചാനലിലോ ഏതെങ്കിലും ഒരു വീഡിയോ കാണാൻ നിങ്ങൾ മെനക്കിടുന്ന ആ സമയം അതൊരു വലിയ കാര്യമാണ്. അപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഒന്ന് നമ്മളിപ്പോൾ പുതിയതായിട്ട് യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തവർക്കൊക്കെ ഒരു സപ്പോർട്ടായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണേ. ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ലൈക്ക് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ വലിയ ഒരു സന്തോഷമായിരിക്കും. ഞങ്ങളെപ്പോലെ പുതിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുള്ള വീട്ടമ്മമാർക്കൊക്കെ ഒരു പ്രോത്സാഹനമാണല്ലോ ഒരു ലൈക്ക് തരുന്നതല്ല, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്നതൊക്കെ. സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു.